ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഓംകാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തക്കാളി മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചേറിയായിട്ടാണ് കേട്ടോ. പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് തക്കാളി മുരിങ്ങയ്ക്കായും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 2 പച്ചമുളകും കീറിയിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള തരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിന് തേങ്ങ, 2 കൊച്ചുള്ളി, ശകല ഉലുവ, ശകലം മല്ലി എന്നിവ ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളി മുരിങ്ങയൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളി മാത്രം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. മുരിങ്ങയ്ക്ക് ഉടയാൻ ശ്രദ്ധിക്കണം. ഇത് നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. ഇതിന് നമുക്ക് അതിലേക്ക് അരപ്പാട് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. മുരിങ്ങയ്ക്ക് ഉടയാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ചെടുത്താൽ മതി. ഒരുപാടിട്ട് തിളച്ചാൽ ഉന്തും വെള്ളവും ആയിപ്പോവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ദാ ഈ പരുവം മതി കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതെ ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കടുക് താളിക്കാം കേട്ടോ. കടുക് പൊട്ടിക്കുമ്പോൾ കറിവേപ്പില, ക്രഷ്ഡ് ചില്ലി ഇതെല്ലാം ചേർത്ത് കടുക് വറുത്തെടുക്കാം. ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചേറി പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.